ലിവർപൂൾ വേഴ്സസ് വെസ്റ്റ് ഹാം. എന്താ പറയാ, ഒരു കൺവിൻസിങ് അൺകൺവിൻസിങ് വിന്നായി. അതായത് ഹാഫ് ടൈം നമ്മൾ പൊതുവെ ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി ഏകദേശം നമ്മൾ തീരുമാനമായി. അതിനുശേഷം കുറച്ച് ഡിഫെൻസീവ് ഫ്രൈലിറ്റീസ് ഉണ്ടായിരുന്നു. ഐ തോട്ട് ഇറ്റ് വാസ് എ ഗെയിം ഓഫ് ടു ഡിഫെൻസസ് who couldn't defend or and can't defend. ലിവർപൂളിന്റെ ഡിഫൻസ് കുറച്ച് നാളായിട്ട് കുറച്ച് ഇംപ്രൂവ്ഡ് ആയിരുന്നു. ബട്ട് മാച്ച് വാസ്, അവര് സമവില്ലാണെങ്കിലും they had a lot of good chances. But it was never, the result was never in doubt after the first goal went in, എന്ന് വേണം പറയാം. Which is why it was a convincing, but performance wise defensively could have been better. But I felt കാണുമ്പോ കളി തോക്കില്ല അല്ലെങ്കിൽ കളി ഡ്രോ ആവില്ല, നമ്മൾ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. We started well and the game kind of എന്താ പറയാ, നമ്മള് നന്നായി കളിച്ചു. എക്കിറ്റിക്ക് is proving to be a great number 9. ലൈക്ക് ഒരു ചാൻസ് കിട്ടി, ഫിനിഷ് ചെയ്തു, ഇറ്റ് ഹെൽപ്സ്. അപ്പോൾ ഇറ്റ്സ് മോർ അബൌട്ട് വെസ്റ്റ് ഹാം ബീങ് റിയലി റിയലി ബാഡ് ഓൾസോ ഡിഫെൻസീവ്ലി, അല്ലേ? 3 points. ഈ ഒരു സമയത്ത് 3 points makes all difference. Sorry. ഈ സമയത്ത് 3 points make all the difference. But എന്താ പറയാ, okay, so this game was not convincing for me. നമ്മുടെ കഴിഞ്ഞ കുറച്ച് കളി എക്സെപ്റ്റ് ദാറ്റ് ലാസ്റ്റ് ഗെയിം, നോട്ടിംഗ്ഹാം അവിടെ വെക്കുക, അതല്ലാത്ത കുറച്ച് കളി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോർട്ട് ഓഫ് കൺസിസ്റ്റൻസി എന്നൊന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ബെറ്റർ പെർഫോമൻസ് കമ്പയർഡ് ടു ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇറ്റ് വാസ് ബെറ്റർ പെർഫോമൻസ്, റൈറ്റ്? അത് വെച്ച് നോക്കുമ്പോൾ വെസ്റ്റ് ഹാം ഗെയിം വാസ് നോട്ട് എ സ്റ്റെപ്പ് അപ്പ്. പക്ഷെ നമുക്ക് 5 ഗോൾ അടിച്ച്, ജോബ് വെൽ ഡൺ. സോ അങ്ങനെ പറയാം. സോ വൺ തിങ് ഇസ്, ആ 5ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കിട്ടി നമുക്ക്, ദാറ്റ് കാംഡ് us down. അത് കഴിഞ്ഞ് 2ാമത്തെ ഗോൾ ആയാലും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 22ാമത്തെ മിനിറ്റിൽ എങ്ങനെ 2ാമത്തെ ഗോളും വന്നു. That gave us some sort of security. Okay, ഈ കളി നമുക്ക് ചെയ്യാൻ പറ്റും. ആ കൈൻഡ് ഓഫ് സെക്യൂരിറ്റി തന്നത് കൊണ്ട് we scored more. സാധാരണ അത് കിട്ടാറില്ല, അതുകൊണ്ട് we usually concede all those things. സെക്കൻഡ് ഹാഫിലെ ഷെനാനിഗൻസ് മുഴുവൻ നമുക്ക് കാണാറുണ്ട്. So was it a convincing thing? It's just that early goal really really helped us. Then it also helped West Ham as the worst team in terms of defending set pieces. Yes. And suddenly we became a set piece kings. ഒരു ദിവസത്തേക്ക് മാത്രം title, because the original set piece king came up in the next day. But still, for the Saturday we became the set piece kings. So that also helped. പക്ഷെ it's neither here nor there. ആരും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. എക്കിറ്റിക്കയുടെ എന്താ പറയുക, ലിങ്ക് അപ്പ് പ്ലേസ് വാസ് ഗുഡ്. ഗ്രാവംബേഴ്സിന്റെ ഫസ്റ്റ് ഗോളിനുള്ള പാസ്, ദാറ്റ് വാസ് ഓൾസോ ഗുഡ്. ബട്ട് ഓൾ ലൈക്ക് ഹിയർ ആൻഡ് ദർ മൊമെന്ററി ബ്രില്യൻസ്. നല്ല പ്ലേയേഴ്സ് ആണ്, സോ ദേ വിൽ ഹാവ് മൊമെന്റ് ഓഫ് ജീനിയസസ് ഹിയർ ആൻഡ് ദർ. I thought Kerkez is quite good. Sort of, yes. Yeah. It's not his best game. That's but ഒരു മിസ്റ്റേക്ക്, ഒരു ഫോം കാണുന്നുണ്ട് കെർക്കേസിന്റെ കളിയിൽ. ഒരു ബെറ്റർ എന്നൊരു ഫീല് കിട്ടുന്നുണ്ട്, അല്ലേ? പോസിറ്റീവ് ടേക്ക് ഓൺ ഇറ്റ്. പോസിറ്റീവ് ഇപ്പൊ എഴുതി വരുന്ന ഒരു കാര്യമാണ്. ഗാക്പോ വീണ്ടും ഗോൾ അടിച്ചു. എക്കിറ്റിക്ക് കുറച്ച് കളിയായിട്ട് ഗോൾ അടിക്കണ്ടായിരുന്നില്ല, അവർ രണ്ടുപേരും ഗോൾ അടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഫ്രണ്ട് ലൈനിന്റെ ഒരു മെയിൻ പ്രശ്നം. കുറച്ച് കളിയായിട്ട് ആരും ഗോൾ അടിക്കണ്ടായിരുന്നില്ല ഫ്രണ്ട് ലൈനില്. പക്ഷെ ആ ഗോള് കിട്ടി നമുക്ക്, എക്കിറ്റിക്ക് ആയാലും ഗാക്പോ ആയാലും. പിന്നെ ഒബ്വിയസ്ലി കേർക്കസ് ഞാൻ ആദ്യം മുതൽ പറയുന്ന ആളെയാണ്. കേർക്കസിന്റെ ആദ്യത്തെ 2-3 കളി കണ്ടിട്ട് പലരും ഫ്ലോപ്പ് എന്ന് വിലയിരുത്തിയ പ്ലെയർ. അപ്പോഴും ഞാൻ പറഞ്ഞു അത് സമയമാവണിരുന്നു. അത് കേർക്കസ് എന്തായാലും ആ പെർഫോമൻസിലേക്ക് വന്ന് തുടങ്ങി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. കുറച്ച് കളിയായിട്ട് കേർക്കസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഒബ്വിയസ്ലി. പിന്നെയുള്ള മെയിൻ ഒരു പോസിറ്റീവ്, ഫ്രിംഗ്പോങ് തിരിച്ചു വന്നു. ഫ്രിംഗ്പോങ് റൈറ്റ് ബാക്കിലെ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ വീണ്ടും റൈറ്റ് ബാക്കിൽ നമുക്ക് ഈ സീസണിൽ 5-6 തവണയൊക്കെ പ്രശ്നങ്ങൾ വന്നു. അപ്പോഴും ഫ്രിംഗ്പോങ് വരുന്നത് തന്നെയായിരുന്നു അതിന്റെ സൊല്യൂഷൻ. ഇപ്പോഴും അത് തന്നെ ഉണ്ടായി. വന്ന വഴി
ഒരു ഗോള് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഡിസാസിയുടെ ഓൺ ഗോളില് അത് ഫ്രിംഗ്പോം ആണ് അങ്ങനെ ആ റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്പൊ സലയ്ക്ക് പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഡിഫൻഡറെ കവർ ചെയ്ത് ഉള്ളിലേക്ക് ഡ്രിബിൾ ചെയ്ത് കയറുക എന്നുള്ളത്. അങ്ങനെ ഒരു സാധനം കൂടി നമ്മുടെ ഗെയിമില് ഇനി പുതുതായിട്ട് വരികയാണ് വീണ്ടും ഒരിക്കൽ കൂടി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയാ, ഒരു കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഇതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് നമുക്ക് പല രീതിയിൽ പല ഡൈനാമിക്സ് നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് വന്നു. അത് ഭയങ്കര പോസിറ്റീവാണ്. രണ്ട് സെറ്റ് പീസിന്റെ കാര്യമാണ്. സെറ്റ് പീസുകള് നമ്മള് നേരത്തെ മുതൽ തന്നെ ഞാൻ പറഞ്ഞു വരിക, നമ്മള് സെറ്റ് പീസ് ഗോൾ ആ കോച്ച് പോയതിനു ശേഷം നമ്മൾ സെറ്റ് പീസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോള് സെറ്റ് പീസ് നിന്ന് വന്നു. ഒരു ഗോള് നമ്മൾ കൺസീഡ് ചെയ്തു സെറ്റ് പീസ്. ശരിയാണ്, അത് അൺഫോർച്ചുനേറ്റ്, അങ്ങനെ സംഭവിക്കും ഇടയ്ക്കൊക്കെ. നമ്മളെല്ലാം കവർ ചെയ്ത് ഫാർ പോസ്റ്റിൽ അവിടെ ഒരാള് കവർ ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിവേ സെറ്റ് പീസിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കവർ ചെയ്തു എന്നുള്ളത് ഇപ്പോ ആർനെ സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് പ്രീമിയർ ലീഗ് സെറ്റ് പീസ് ഓറിയന്റഡ് ആയി മാറിപ്പോകുന്നതിന്റെ ഒരു പ്രശ്നം പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോ സ്ലോട്ട് ഇപ്പോ അവിടെ പറയാൻ തുടങ്ങി, പ്രസ് കോൺഫറൻസിൽ ഓൾറെഡി പറഞ്ഞു അങ്ങനെയുള്ള പ്രശ്നം. എന്തൊക്കെയായാലും നമ്മള് ഇപ്പോ ഓപ്പൺ പ്ലേ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത ടീം നമ്മള്, സെറ്റ് പീസിൽ ഏറ്റവും കൂടുതൽ ഗോള് അടിക്കുന്ന ടീം നമ്മള്. ടേബിളിൽ മാത്രം നമ്മൾ ഫസ്റ്റിലാന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ബാക്കിയുള്ള സ്റ്റാറ്റ്സിലെല്ലാം നമ്മൾ കയറി വരുന്നത് മാത്രമല്ല, നമ്മൾ നേരത്തെ ജനുവരി തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മള് 6th 7th ഫിനിഷ് ചെയ്യുമെന്ന് സംശയം പറഞ്ഞിരുന്ന ആ സമയത്ത് ഞാൻ അന്ന് പറഞ്ഞു നമ്മൾ ടോപ്പ് 3 എത്തും. അപ്പൊ ടോപ്പ് 3ലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മള് അതിന്റെ സൂചനകളാണ് നമ്മളിവിടെ കാണാം. Positives ഉണ്ട് മാച്ചില്. I find Frimpong's cameo was a positive. Rio did really well. I think Rio will start the FA Cup game against Wolves. ആ മാച്ച് ചിലപ്പോൾ റിയോനൊരു സ്റ്റാർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. Gravin Szoboszlai as usual was excellent. Szoboszlai has become a 8 out of 10 player. Very rarely his performance ഒരു 8 out of 10 താഴെ പോകുന്നത് റയർ ആണ്. Gravenberch, McAllister, all of them played well. None of them had to get their A game out. ആ ഗോള് നമ്മൾ ടോപ്പ് 2-0 ലീഡ് കിട്ടുമ്പോഴേക്കും we kind of settled. We kind of figured them out. And Gomez was also quite okay. 3 points കിട്ടി. ഇതിനെക്കുറിച്ച് അധികം ഒരു കീറി മുറിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. എനിക്ക് ആകെ we did not miss words, but we are going to miss him for 2 more games. സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസിൽ വേർഡ്സ് 2 മാച്ചും കൂടെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഐ തിങ്ക് ഹി മേ ബി കമ്മിങ് ബാക്ക് ആഫ്റ്റർ 15th ഈ കഴിഞ്ഞിട്ടുള്ള മാച്ചുകളിലൊക്കെ വരുമായിരിക്കും. But it's a good time for him to be out also. We're not playing great teams or I think we can cope. What else? Anything else to add to the game? Obin എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? It's refreshing to win, score 5. പക്ഷെ നോർമൽ ഗെയിം, ഇറ്റ്സ് ഓക്കെ. ഈ ഒരു സമയത്ത് 3 points is all matters. Yes. So വേറെ നമ്മുടെ മാച്ചിനെ കുറിച്ച് it is a Premier League back-to-back match, 3-day window ullu. So 6 points during this time will help you a lot in the league that way. അപ്പോ as of now നമ്മുടെ സീസൺ തുടങ്ങിയപ്പോ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് എന്ന് പറഞ്ഞു വന്നു. ഒരു നവംബർ ആകുമ്പോഴേക്കും ടോപ്പ് 4 എങ്കിലും കിട്ടുമോ എന്നായി. ബട്ട് സ്ലോലി പുതിയ സൈനിങ്സും എല്ലാവരും സെറ്റിൽ ആയി. ഐ തിങ്ക് വി ആർ കൈൻഡ് ഓഫ് അടുത്ത സീസൺ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടും എന്നൊരു ലെവലിലേക്ക് എത്തുന്ന ഒരു ഇതാ കാണുന്നത്. ആൻഡ് അതിന് കാരണം നമ്മുടെ പെർഫോമൻസിനെക്കാട്ടും ഐ തിങ്ക് ചുറ്റുമുള്ള ടീംസിന്റെ പെർഫോമൻസും ഉണ്ട്. വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. സോ വിൽ മൂവ് ഓൺ ടു ദാറ്റ് അല്ലേ. മാച്ചിനെ കുറിച്ച് ഇനി ഒന്നും ഇല്ല. So we'll move on to the top 4 battles, then we'll talk about the title race. So random connected on. Yeah. We will talk about United and Palace. First, ഞാൻ കണ്ടില്ല കളി, പക്ഷെ ഹൈലൈറ്റ്സ് കണ്ടു. നന്നായി കാണാത്ത എന്താ പറയാ, ഇറ്റ് വാസ് ബാഡ്. ബട്ട് എന്താ പറയാ, ഒരു ലാക്ക് ഓഫ് പാഷനോ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റീസൺ കൊണ്ടൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ആർക്കും 2 ടീമിന് ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫില്.
അവരെ ഫസ്റ്റ് ടച്ചസ് കുറച്ച് എന്താ പറയാ ഒരു ബാഡ് ഫസ്റ്റ് ടച്ചസ്, കപ്പിൾ ഓഫ് ടച്ചസ് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ പാസിംഗ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ എവരിബഡി ഈസ് ട്രൈങ് ടു റഷ് ഇറ്റ്. ആർക്കും ഒരു പെട്ടെന്ന് എങ്ങനെങ്കിലും ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ത്രൂ ബ്രേക്ക് ത്രൂവിൽ ഒരു ഗോൾ അടിക്കുക, ആ കൈൻഡ് ഓഫ് ഇന്റൻഷൻ വാസ് ദർ, റൈറ്റ്? ഇന്റൻഷൻ വാസ് റൈറ്റ്. ആ എക്സിക്യൂഷൻ ശരിയാവുന്നുണ്ടായിരുന്നില്ല. ബോത്ത് ഫോർ ബോത്ത് ടീംസ്. യുണൈറ്റഡ് ബോൾ കിട്ടുന്നു, അവർ പാസ് ചെയ്ത് നോക്കുന്നു, അത് ക്രിസ്റ്റൽ പാലസിന് ബോൾ കിട്ടുന്നു, അവർ പാസ് ചെയ്ത് നോക്കുന്നു, യുണൈറ്റഡിന് തന്നെ കിട്ടുന്നു. ദാറ്റ് വാസ് എ ടു ആൻഡ് ഫ്രോ ഹാപ്പനിങ് ത്രൂ ഔട്ട് ദ ഗെയിം. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഹാഫ് തീരുന്നവരെ അങ്ങനെ തന്നെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡ് ഹാഡ് എ ബിറ്റ് മോർ കൺട്രോൾ. And a red card made life easier for them. Even Crystal Palace first goal ആണെങ്കിൽ പോലും it's not because they dominated. our header slow motion goal നെറ്റിനകത്തേക്ക് പോയതാണ്. And nobody expected that, including Crystal Palace or their players also didn't expect that to happen. But then slowly United started getting control. Red card really changed the game for United. അതിന് മുന്നേ കൺട്രോൾ ഉണ്ടായിരുന്നു, but that red card and penalty made sure that they are the upper hand throughout the entire second half. As usual, 1-1 ആകുമ്പോൾ സെസ്കോ ഗോൾ അടിക്കണം, യുണൈറ്റഡ് ലീഡ് എടുക്കണം, കളി ജയിക്കണം. Happened. അതുവരെ സെസ്കോനും വലിയ റോൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ഈക്വലൈസിംഗ് പൊസിഷൻ ഒരു ഗോൾ അടിച്ച് ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സെസ്കോ വന്നും ഗോൾ അടിക്കുമെന്ന് പറയുന്ന പോലെ സ്ക്വാഡിനകത്തും ക്ലബിനകത്തും ഇൻ ജനറൽ ഫാൻസിനും യുണൈറ്റഡ് വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് എന്നൊരു ബിലീഫ് വന്നിട്ടുണ്ട്. മൈക്കൽ കാരിക് 6 games, 5 games and win and 1 game draw. It's a very very positive appointment and manager bounce. സുദീപ് എന്താ പറയുക, നമ്മുടെ I think United are more or less again, if ഈ ഒരു ട്രജക്ടറിയിൽ അവർ പോവുകയാണെങ്കിൽ അവർക്ക് ടോപ്പ് 4 ഈസിലി കിട്ടും. And there are a good chance of them finishing top 3 as well. നല്ല ചാൻസ് ഉണ്ട് യുണൈറ്റഡിന്റെ. ഇത് ഞാൻ ആക്ച്വലി അവര് പതുക്കൊന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു, പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അവര് കൺസിസ്റ്റന്റ് ആണ്. അവർക്ക് കുറച്ച് ലക്ക് വരുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ മാച്ചിൽ തന്നെ ക്രിസ്റ്റൽ പാലസ് ഡോമിനേറ്റ് ചെയ്തിരുന്നു ആ സ്പേസുകളും. അവർക്ക് സാധാരണ മിഡ്ഫീൽഡർ കിട്ടുന്ന സ്പേസുകളിലൊക്കെ ക്രിസ്റ്റൽ പാലസ് ബാറ്റിൽസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെയുള്ള മാച്ച് അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിൽ വന്നു. അപ്പോ ഇനിയുള്ള അവരുടെ ഫിക്സ്റ്റേഴ്സും അങ്ങനെ അത്രയും വലിയ ഡിഫിക്കൽട്ട് എന്ന് പറയാനില്ല. ഈ ടോപ്പ് 4 ആയിട്ടുള്ള ബാറ്റിൽ നടക്കുന്ന ടീമുകളായിട്ടുള്ള മാച്ചുകളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാലും അവർക്ക് അങ്ങനെ മറ്റു ടീമുകൾ അങ്ങനെയൊക്കെ ബാറ്റിൽസ് ഉണ്ട്. ഇപ്പോ വില്ല ആയാലും ചെൽസി ആയാലും അവര് താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യുണൈറ്റഡിന് നിൽക്കാൻ പറ്റും. സുദീപ് പറഞ്ഞ പോലെ യുണൈറ്റഡിന്റെ വാട്ട് ഈസ് ഇംപ്രസീവ് ഇസ് ദാറ്റ് അവര് ഇപ്പൊ ആസ്റ്റൺ വില്ല പോയ പോലെ ഒരു ഈസി ഫിക്സ്റ്റേഴ്സിലൂടെ പോയതല്ല. ദേ പ്ലേഡ് സിറ്റി, ദേ പ്ലേഡ് ആർസണൽ, ദേ പ്ലേഡ് ടോട്ടനം ഇപ്പത്തെ ടോട്ടനം നോക്കണ്ട, ക്രിസ്റ്റൽ പാലസ്, എവർട്ടൺ അവേ. സോ ഈ റിസൾട്ട്സ് അവർക്ക് ഉണ്ടായത് ആർ നോട്ട് അഗെയിൻസ്റ്റ് എന്താ പറയാ ബാഡ് ടീംസ്. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ആർഗ്യൂ ദാറ്റ് ദേ ബീൻ പ്ലേയിങ് അഗെയിൻസ്റ്റ് ടീംസ് ഹു അറ്റാക്ക്. അപ്പൊ കുറച്ചും കൂടി ഓപ്പൺ ഗെയിം ആയിട്ടാണ് അവർ കിട്ടിയിരിക്കുന്നത്. അവരുടെ നെക്സ്റ്റ് ഫ്യൂ ഗെയിംസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഈ മിഡ് വീക്ക് വെഡ്നസ്ഡേ അവർക്ക് വരുന്നത് ന്യൂകാസിലാണ്. അത് നമ്മൾ പ്രിവ്യൂല് സംസാരിക്കും. ദെൻ ദേ പ്ലേ ആസ്റ്റൺ വില്ല, then they play Bournemouth away, then they play Leeds and then Chelsea. So those 5 fixtures basically will seal their top 4 എന്താ പറയാ അതിന്റെ റിസൾട്ട് ബേസ് ആയിട്ടായിരിക്കും അവരുടെ ഇത്. So another team in top 4 race we have to talk about is which is connected to title race, Chelsea Arsenal. നമ്മൾ ആർസണൽ ഫാൻസിനെ കുറെ പുച്ഛിക്കുന്നു എന്നൊക്കെ ഒരു കമന്റ് ഒക്കെ ഞാൻ വായിച്ചു. പുച്ഛമൊന്നുമില്ല കേട്ടാ, പുച്ഛമൊന്നുമില്ല. They deserve where they are. Most of us, including fans around the world, don't agree with the style of play. But ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിലേക്ക് മാറി. ഇപ്പൊ ലിവർപൂളിലെ ജോ ഗോമേസ് ഒക്കെ ലോങ് ത്രോ ഒക്കെ എറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് അപ്പാർട്ട് ഫ്രം സിറ്റി, ഐ തിങ്ക് possibly everybody else is kind of adopting these kind of ways. Appo I think Arsenal held on, and I think Chelsea would have had a point if Pedro Neto was not sent off, because in the end they were just hanging about. Alle?
made it easier എന്ന് പറയാം. പക്ഷെ Chelsea was nowhere in the game. അവര് ഗോൾ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ചെൽസി ഫാൻസിന് പോലും ഉണ്ടായിരുന്നു ഡൗട്ടാണ്. ആൻഡ് ദാറ്റ്സ് വൺ തിങ് വിത്ത് ദിസ് മാനേജർ. ഒരു ബിഗ് ഗെയിം വരുമ്പോ അല്ലെങ്കിൽ ആർസണൽ ഇവിടെ ഈ ഗെയിം ആയാലും കപ്പ് ഗെയിം ആയാലും the lineup or the tactics he wanted was so defensive. കിക്ക് ഓഫ് കഴിഞ്ഞിട്ട് 10-12 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവിടെ ഒരു വിഷ്വൽ എടുത്ത് പോസ് ചെയ്താല് യു സീ ദർ ഇസ് എ ബാക്ക് ഫൈവ് ഇൻ ചെൽസി. 12 സെക്കൻഡ് 12-15 സെക്കൻഡ് ആവുമ്പോഴേക്ക് ദർ ഇസ് എ ബാക്ക് ഫൈവ് ഓൾറെഡി ജസ്റ്റ് ഔട്ട്സൈഡ് എ പെനാൽറ്റി ബോക്സ്. സോ അവർ ആദ്യമേ ദേ തോട്ട് അബൌട്ട് ഓക്കെ വി ആർ ഗോയിങ് ടു ഡിഫെൻഡ്. ആർസണൽ വരട്ടെ, ആർസണൽ കളിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടും എന്നുള്ള രീതിയിൽ. That approach won't work. ആർസണൽ എത്ര സെറ്റ് പീസ് ആണെന്ന് പറഞ്ഞാലും they are team with confidence. അത്രയും കോൺഫിഡന്റ് ആയിട്ട് വരുന്ന ഒരു ടീമിന് യു പ്ലേ നമ്മൾ ബാക്കിൽ ഡിഫെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. സോ ആ ഒരു ഇഷ്യൂ എനിക്ക് ആദ്യം മുതലേ ഉണ്ട്. ആൻഡ് ഈവൻ ഗോൾ അടിച്ചതും ഫസ്റ്റ് സലീബ ഗോൾ അടിച്ചു, ഗബ്രിയൽ അസിസ്റ്റ് സെറ്റ് പീസ്. ചെൽസിന് ഗോൾ അടിച്ചതും ആർസണൽ തന്നെയാണ് സെറ്റ് പീസ് ആണെങ്കിലും. ആദ്യം റൈസ് അടിക്കാൻ നോക്കി, അത് റയ സേവ് ചെയ്ത്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കോർണറിൽ ഇൻകാപ്പി അടിച്ച്, അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഗോൾ ദ വിന്നിംഗ് ഗോൾ അതും സെറ്റ് പീസ് ആണ്. അഗൈൻ അതും ആർസണൽ തന്നെ അടിച്ചത്. വേർ വാസ് ചെൽസി ഇൻ ദിസ്? പെഡ്രോന് ഒരു ചാൻസ് കിട്ടിയിരുന്നു ഫ്രം സെറ്റ് പീസ്, റയ സേവ് ചെയ്തത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് they were nowhere in the game. Chelsea, where do you think Chelsea will finish? അത് നമുക്ക് പ്രിവ്യൂ സംസാരിക്കാവുന്നതാണ്. Okay. ആസ്റ്റൺ വില്ല വേഴ്സസ് ചെൽസി ഉണ്ടല്ലോ. അതെ 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 വേറെ മാച്ചുകൾ ഇനി കിടക്കുകയാണ് ചെൽസിക്ക്. അത് ആർസണലിൽ ഞാൻ പറഞ്ഞത് ആർസണൽ ജയിക്കും എന്നുള്ള കാര്യം. അപ്പൊ ചിലര് നമ്മുടെ പാനലിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ഇത് കാരണമാണ് ഞാൻ പറഞ്ഞത് ചെൽസി വളരെ മോശമാണ്. ഡിഫെൻസീവിലായാലും അവരുടെ മെന്റാലിറ്റി തന്നെയായാലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു അവര് ഏറ്റവും എൽഡസ്റ്റ് പ്ലെയർ 28 വയസ്സുള്ള പ്ലെയറാണ്. അങ്ങനെ അതാണ് അവരുടെ മെന്റാലിറ്റി അത്രയും വരുന്നുള്ളൂ. അവർക്ക് ലീഡേഴ്സ് ഇല്ല ടീമില്, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇപ്പൊ തന്നെ കുക്കുറെല്ലയുടെ സൈനിങ്ങിനെ കുറിച്ച് ബോയലി പറഞ്ഞൊരു കാര്യം, സിറ്റി മേടിക്കാൻ നോക്കി ഇറങ്ങി ഞങ്ങൾ മേടിച്ചു, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ വേറൊരു ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ടീമാണ് ചെൽസി. അപ്പൊ ആ ചെൽസിക്കെതിരെ പിന്നെ ഈ റോസ്നർ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ പണിയാണോ ചെയ്യാൻ നോക്കണത്. കഴിഞ്ഞ മാച്ചിൽ കണ്ടു ഈ ഗോൾ കീപ്പറിനെ ഒരു ബാക്ക് ത്രീയിൽ ഒരു പ്ലെയർ ആയിട്ട് കളിപ്പിക്കാനുള്ള ശ്രമം വെക്കായിരുന്നു. സാഞ്ചസിനെ കൊണ്ട് പറ്റണ പണിയല്ല. 2 തവണയും കണ്ട് ആ മിസ്റ്റേക്കില് അവര് ആർസണലിൽ 12 ഗോൾ അടിക്കാൻ പോയത്. അങ്ങനെ അത്രയും പാനിക്കും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ബിൽഡപ്പ് തന്നെ ഉണ്ടായിരുന്നത്. ബിൽഡപ്പ് പ്ലേ തന്നെ അവിടെ മുതൽ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അത് ഈ ആർസണലിൽ ഈസി ആയിട്ട് ഓവർകം ചെയ്തു. മാത്രമല്ല അവരുടെ സെറ്റ് പീസ് പ്രോമിനൻസ് അവർ ഇതിൽ കാണിക്കുകയും ചെയ്തു. ഈവൻ ചെൽസി എടുക്കുന്ന കോർണറിൽ പോലും ബോള് വിൻ ചെയ്യണത് ആർസണലിന്റെ പ്ലെയർ ഗോൾ വരെ അടിച്ചു കൊടുത്തു, അത് വിൻ ചെയ്തിട്ട് ചെൽസി എടുക്കുന്ന കോർണർ. അത്രയും അതുപോലും അറ്റാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല ചെൽസിക്ക്. അപ്പോ ടോട്ടലി എല്ലാ സ്ഥലത്തും അവര് പരാജയപ്പെട്ടു. ഈ ഒരു ഫോം വെച്ച് അവര് ഈ പറഞ്ഞ പോലെ താഴേക്ക് ഡ്രോപ്പ് ചെയ്തോണ്ടിരിക്കുക. മാത്രമല്ല ഇതിന്റെ താഴെയുള്ള ടീംസ് ഒക്കെ ജയിക്കുകയും ചെയ്തു. മറ്റേ ഈ ടോപ്പ് 6ന്റെ തൊട്ട് താഴെ നിൽക്കുന്ന 3 ടീംസും ജയിച്ചു. അപ്പോ ഒരു പരിഗണന ചെൽസിയുടെ we will pivot the same match discussion on Arsenal from a title race point of view. ഈ മാച്ചിന് ഈ 2 മാച്ചിന് മുമ്പ് സ്പേഴ്സ് ആൻഡ് ചെൽസി മാച്ചിന് മുമ്പ് ആർസണലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, if they win these 2 games I think they will be the driver's seat in the title race. ഈ 2 കളി 6 points is huge because even now if City win all their games City will win the title, but I don't think City ജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എല്ലാ മാച്ചും, എസ്പെഷ്യലി ലീഡ്സ് മാച്ച്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും ലീഡ്സ് മാച്ചും കൂടി നോക്കുമ്പോൾ. ബട്ട് ഈ മാച്ച് കഴിഞ്ഞപ്പോഴേക്കും ഐ തിങ്ക് ദ കോൺഫിഡൻസ് വിതിൻ ദ ആർസണൽ സ്ക്വാഡ് ആൻഡ് ദ ക്ലബ് വിൽ ബി സ്കൈ ഹൈ. സോ സുദീപ് പണ്ട് തൊട്ടേ പറയുന്നു ആർസണൽ ലീഗ് അടിക്കുന്ന വരുന്നത്. സുദീപിന്റെ ഒപ്പീനിയൻ വല്ല മാറ്റമുണ്ടോ?
ഒരു മാറ്റമില്ല. അതില് ഞാൻ പറഞ്ഞ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് തന്നെ പോണം. ആർസണൽ തന്നെ ജയിക്കുന്നത്. ആർസണൽ ഫാൻസിന്റെ നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും പല കാര്യങ്ങളും. പറഞ്ഞിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫാൻ ആയതുകൊണ്ടൊന്നുമല്ല, പക്ഷെ നിങ്ങൾ ഈ കളി കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ലീഗിൽ ഇത്തവണ ആർസണൽ ജയിക്കും എന്നുള്ളതാണ്. ആർസണൽ കൊണ്ടുവന്ന പുതിയൊരു കാര്യം, ആ സെറ്റ് പീസ് ഒരു സാധനം, അത് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത്. അത് വെച്ച് തന്നെ അവര് ഈ ലീഗ് അടിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. Leeds City. I mean, you can connect Leeds City because it was unconvincing. I saw the game. It was, they were again, നമ്മൾ ഈ ആർസണലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ ലീഡ്സ് ഹാഡ് എ വണ്ടർഫുൾ ചാൻസ്. ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ഡ്രോ. അതെ, ഹാലൻഡ് ഈസ് ഇഞ്ചേർഡ്. സോ എപ്പോഴാ ഒന്നും പറയുന്നില്ല. ക്ലബ് ആർ നോട്ട് റിവീലിംഗ് വെൻ ഈസ് ബി ബാക്ക് ഓർ വാട്ട് ഈസ് ദ ഇഞ്ചുറി. ഇന്ന് പ്രസ് കോൺഫറൻസിൽ ഗവാർഡിയോള പറഞ്ഞത് നീ ഇഞ്ചുറി അല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സെമെന്യോ ഈസ് ഗെറ്റിംഗ് ദ ഗോൾസ്, ബട്ട് വിതൗട്ട് ഹാലൻഡ് ഒരു 4-5 മാച്ച് ഹാലൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ റേസ് എന്താണ്? So one thing, that was a very bad game from City. Haaland ഇല്ലായ്മ എന്നുള്ളതല്ല, 4ാമത്തെ 5ാമത്തെ മിനിറ്റിലെങ്ങാനും DCL-ന് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഷുഡ് ഹാവ് ബീൻ എ ഗോൾ ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഐ തിങ്ക് ദേ ഹാഡ് മോർ ചാൻസസ് ദാൻ സിറ്റി, മോർ ക്ലിയർ കട്ട് ചാൻസസ്. അവർ ഗോൾ അടിക്കാത്തതുകൊണ്ട് ഇറ്റ് സ്റ്റേഡ് 0-0 ആൻഡ് ഇറ്റ് വെന്റ് ദാറ്റ് വേ. സിറ്റിന്റെ കേസിൽ again, who will score the goal? സെമെന്യോ ആ ഒരു പേർപ്പിൾ പാച്ച് നമ്മള് നവംബറിൽ ഫോർഡിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു പേർപ്പിൾ പാച്ച് ഇപ്പൊ സെമെന്യോനുണ്ട്. എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളത് അറിയില്ല. മർമൂഷ് ലാസ്റ്റ് സീസണിന്റെ പകുതി ഫോം ഇപ്രാവശ്യം കാണുന്നില്ല. nowhere near that caliber now. Pep Guardiola ടൈം ചെയ്ത് യൂലിയൻ ആൽവറസിനെ പോലെ ചെയ്തതാണോ എന്നുള്ളതാണ് അടുത്തത്. ബട്ട് somehow they would need to find some goals from somewhere else. സെമെന്യോനോ ഓവർ റിലയൻ ആവാൻ പറ്റും തോന്നുന്നില്ല അവർക്ക്. That being said, I still believe they can go on and win. City might not win the 11 games remaining or 10 games remaining, but I don't think Arsenal can either. So Arsenal ഇപ്പം നെക്സ്റ്റ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റൺ ആണ്. So again that they would definitely win. Open game പോലെ ആയിരിക്കും, so they will get the chances. But Arsenal towards the end, when the pressure is so high, especially after that Man City game കഴിഞ്ഞാൽ ആർസണലിനുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് ന്യൂകാസിൽ. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഫുൾഹാം, ഐ തിങ്ക് they have Crystal Palace and Burnley, West Ham. These teams will park the bus, which doesn't suit Arsenal, except they get corner. So our pressure build up. Let's say if it's on this our City game draw or City win, ആ കണ്ടീഷനിലേക്ക് എത്തിട്ടാണെന്നുണ്ടെങ്കിൽ there will be huge pressure on Arsenal. അത് കഴിഞ്ഞിട്ട് if they don't get an open game, then it could get tricky. City on the other hand, they can വില്ലയാണ് ലാസ്റ്റ്. അതിന്റെ മുന്നേ I think Everton all will play open game, slightly with open game. They can win there. So that could be a dynamic change, but അതുവരെ City should keep pressure keep on ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, which I think they can. സിറ്റിയുടെ മാച്ച് കണ്ടിരുന്നു. പറഞ്ഞ പോലെ അങ്ങനെ ദൈവം കംഫർട്ടബിൾ. സിറ്റി ലീഡ്സിന് ചാൻസ് കിട്ടി, ശരിയാണ്. ആരൺസിനും ചാൻസ് കിട്ടിയിരുന്നു. ഹാലൻഡ് ഇല്ലാണ്ട് അവർക്ക് കളിക്കാൻ പറ്റുന്നുള്ളതൊന്ന് മനസ്സിലായി. ഒന്ന് സെമെന്യോ, നമ്മൾ നേരത്തെ കണ്ട സെമെന്യോ ഒന്നുമല്ല. സെമെന്യോ സ്ട്രൈക്കറായിട്ടാണ് കളിക്കുന്നത്, ഫോർവേഡ് ആയിട്ടാണ് കളിക്കുന്നത് കുറച്ച് കളിയായിട്ട്. ആ 4-4-2 അതില് ഒറിയലി ഇപ്പൊ സെൻട്രൽ മിഡ്ഫീൽഡിൽ വന്ന് അവിടെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. മിഡ്ഫീൽഡില് ഒന്നും പ്രശ്നമില്ല. സിറ്റിക്ക് പ്രശ്നം ഡിഫൻസിലായിരുന്നു. അവരെന്താ കുഷനോവിനെ കഴിഞ്ഞ കളി കളിപ്പിക്കാമെന്ന് മനസ്സിലായില്ല. ട്രസ്റ്റ് കൊടുത്തതായിരിക്കാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ആള് നല്ല സ്പീഡും ഒക്കെ ഉള്ള പ്ലെയറാണ്. മറ്റേ ഡേസിന് അത്ര സ്പീഡൊന്നും ഉള്ള പ്ലേയേഴ്സ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സിറ്റി ഇത് എക്സ്പീരിയൻസ് ഉണ്ട് സിറ്റിക്ക്. ഇപ്പൊ ഇന്റർവ്യൂല് വേറെ രസകരമായിട്ടുള്ള വേറെ സാധനം ഉണ്ട്. ഗാർഡിയോളയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കണ്ടായിരുന്നു, ആർട്ടറ്റയെ കുറിച്ച്. മീൻസ് ഇന്റർവ്യൂ ചോദിക്കുന്ന ആള് ബാഴ്സലോണയിലെ ഫസ്റ്റ് ടൈം ടൈറ്റിൽ വിൻ ചെയ്യണ സമയത്ത് ഗാർഡിയോളയോട് എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ
അപ്പൊ ഗാഡിയോള ചിരിച്ചുകൊണ്ട് പറയാ, ഞാൻ പറയില്ല, ഞാൻ എന്തിനാ പറയണേ, ഞാനതിന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ആർടെക്ടയ്ക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ തമാശക്ക് അത് തള്ളിക്കളഞ്ഞു. അപ്പോ ഈ മീഡിയക്ക് ഭയങ്കര താല്പര്യം ഈ ലണ്ടൻ ക്ലബ്ബ് ജയിക്കണം എന്നുള്ളത്. പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ഗാഡിയോള പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ലിവർപൂൾ ആയിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിരുന്ന സമയത്ത്, ടൈറ്റിൽ റൺ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നില്ല ഗാഡിയോള. കുറെ കൂടി ക്ലോപ്പായിട്ടും ഒക്കെ കുറെ കൂടി ഒരു ഹെൽത്തി ബാറ്റിലായിരുന്നു. ഇത് നേരെ തിരിച്ചാണ്. ഒരു ആർട്ടറ്റ ആർസണൽ എന്നുള്ളതിന് ഒരു കുറച്ചും കൂടി ടോക്സിക് ഒരു ലെവൽ ആ രണ്ടുപേരും തമ്മിലുണ്ടെന്നുള്ള ഒരു ഫീല് വരുന്ന രീതിയിലാണ്. മറ്റേത് ക്ലോപ്പ് ഫ്രണ്ട് ആയിരുന്നല്ലോ, ഭയങ്കര അടുപ്പവും ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇത് നേരെ തിരിച്ചു. അപ്പൊ ഇത്തിരി പേഴ്സണൽ ബാറ്റിലും കൂടിയാണ് ഈ ടൈറ്റിൽ എന്നുള്ളത്. അപ്പോ എന്തായാലും സിറ്റി പരമാവധി എല്ലാ കളിയും കൂടി ആയതുകൊണ്ട് ഇറ്റ് വാസ് ഒരുപാട് സർപ്രൈസിങ് റിസൾട്ട് ആയിരുന്നു. അതായത് 13th ക്ലബ്ബ് തൊട്ട് 19th ക്ലബ്ബ് വരെ എല്ലാവരും തോറ്റു. ആ 20th ക്ലബ്ബ് ജയിച്ചു എന്ന സർപ്രൈസിങ് ഫാക്ടറാണ്. അതോടൊപ്പം അവര് വുൾഫ്സ് ജയിച്ചത് വില്ലയോട് കൂടിയാണ്. സോ സുദീപ് കഴിഞ്ഞ കളി പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ സുദീപിന് വിട്ടുകൊടുക്കുന്നു. വില്ല ഇതോടെ ഡൗൺവേർഡ് സ്പൈറൽ. സോ എന്താണ് വില്ല? ഞാൻ പറഞ്ഞല്ലോ, വില്ലയുടെ പ്ലേയേഴ്സിന്റെ പ്രശ്നങ്ങളാണ് ഒന്ന് അവിടെ പ്ലേയേഴ്സ് മാത്രമല്ല, ആകെ മൊത്തം പ്രശ്നമാണ് ക്ലബില്. ഒന്ന് മറ്റേ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് അവിടെ വില്ലയില്. ഫൈനാൻഷ്യൽ കുറെ പ്ലേയേഴ്സിനെ ചില വേജിന്റെ പ്രശ്നങ്ങളുണ്ട്. അവര് ചില പ്ലേയേഴ്സിനെ സെല് ചെയ്യേണ്ട പ്രശ്നം കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പ്ലെയർ ഇഞ്ചുറി വന്ന പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യണം. അതുപോലെ എലിയറ്റിന് കളിപ്പിക്കാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യണം. അങ്ങനെ നല്ല പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ പറ്റുന്നില്ല. കളിപ്പിക്കുന്ന കളിച്ചുകൊണ്ടിരുന്നവർ ഇഞ്ചേർഡ് ആണ്, പക്ഷെ അവർക്ക് റീപ്ലേസ്മെന്റ് വരുന്നില്ല. പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയും ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് അവർ ഒരുമിച്ച് ഒരു ഫൈറ്റ് ചെയ്ത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കണ്ട. പക്ഷെ കഴിഞ്ഞ കളിയിലൊന്നും ഇല്ല. ഇപ്പൊ മോർഗൻ റോജേഴ്സ് പോലുള്ള പ്ലെയർ, മോർഗൻ റോജേഴ്സ് ആണ് ഇംഗ്ലണ്ടിന്റെ നെക്സ്റ്റ് ബിഗ് മിഡ്ഫീൽഡർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആൾക്കൊന്നും അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ഒരു ഡ്രൈവ് ചെയ്ത് മാച്ച് ജയിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്കോ ഒന്നും പറ്റുന്നില്ല. കീ ആയിട്ടുള്ള മാച്ചിലൊക്കെ റോജേഴ്സ് പരാജയം പോലെ ആവുകയാണ്. അപ്പൊ അങ്ങനെ നന്നായിട്ട് കളിക്കുന്ന ഫോമിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഗോൾ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ടഫ് പീരീഡില് റോജേഴ്സിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി എന്താന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പൊ ഉദാഹരണം വാറ്റ്കിൻസും ഒരു സീനിയർ പ്ലെയർ ആണ് ഇംഗ്ലണ്ട് ടീമിലെ, പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ വില്ലയുടെ പ്രശ്നങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സക്സസ് ആയില്ല അല്ലെ? അത് അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെ വരാൻ പറ്റുന്നത്? അവരുടെ കീ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആണ്, സംശയമൊന്നുമില്ല. അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ശരിയാണ്, കഴിഞ്ഞ നമ്മുടെ കമന്റ്സിലൊക്കെ പറഞ്ഞിരുന്നു അനാന്യത്തെ അവരുടെ പ്ലേയേഴ്സ് ആണ് കീ പ്ലേയേഴ്സ് ഇഞ്ചറി, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പ്ലെയർ മെന്റാലിറ്റിയും കൂടി അതിൽ ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം വുൾഫ്സിന്റെ അടുത്ത് ഇത്രയും കീ പ്ലേയേഴ്സ് ഒക്കെ ആവശ്യമുണ്ടോ ജയിക്കാനായിട്ട്? വുൾഫ്സിന്റെ അടുത്ത് ആവശ്യമില്ലല്ലോ. അത് അവർക്ക് പറ്റിയില്ല, അതാണ് പ്രശ്നം. അപ്പൊ അവര് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവരും ചെൽസിയും തമ്മിലാണ് 6th സ്പോട്ടിനുള്ള മത്സരം, 5th സ്പോട്ടിനുള്ള. സെയിം വേറൊരു ഫണ്ണി എന്ന് പറയാം. നൗ ഇറ്റ്സ് നോ ലോnger ഫണ്ണി. സ്പേഴ്സ് ലോസ്റ്റ് ടു ഫുള്ളം, വിച്ച് വി ഓൾ ഹാവ് പ്രെഡിക്റ്റഡ് ഓൾസോ. നമ്മളെല്ലാരും പറഞ്ഞു പ്രിവ്യൂല് സ്പേഴ്സ് ഫുള്ളമിനോട് തോക്കുന്നു പറഞ്ഞു. ഫോർ മീ സർപ്രൈസിംഗ് റിസൾട്ട്, അനദർ റിസൾട്ട് വാസ് ന്യൂകാസിൽ ലൂസിംഗ് ടു എവർട്ടൺ. അനദർ നമ്മള് പ്രീവ്യൂൽ ഡിസ്കസ് ചെയ്യുന്നു ന്യൂകാസിൽ എഡി ഹൗവിന്റെ വേർ ഇസ് ദ സീസൺ ഗോയിങ് ഫോർ ഹിം. ബിക്കോസ് ഇപ്പത്തെ ഈ ഫോമില് ബാഴ്സ ഒരു കൊട്ടയ്ക്ക് കൊടുക്കും. ബാഴ്സ tear them apart. 2 ലെഗ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ ഓൺലി തിങ് സേവിങ് ഹിം. പക്ഷെ എവർട്ടൺ ബെറ്റോ ഗോൾ അടിച്ചു. ആ ഒരു എന്താ പറയാ, ഐ തിങ്ക് നൺ ഓഫ് ദീസ് ടീംസ്, ഈ സീസണിന്റെ പ്രത്യേകത അതാണ്. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോ വി സോ എ റിസർജൻസ് ഓഫ് എ ലോട്ട് ഓഫ് ടീംസ് ഫ്രം 4th to 10th. ഭയങ്കര ക്ലോസ് ആയിരുന്നു ഇനീഷ്യലി. ബിക്കോസ് ന്യൂകാസിൽ, സ്പേഴ്സ്, ബോൺമത്ത്, പാലസ്,
Brentford, Sunderland. But every team's form has dropped. If you look at ഇപ്പൊ ബ്രെൻഫോർഡ് മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി പിടിച്ചു നിൽക്കുന്നത്. ആൻഡ് ആ ഗെയിം വാസ് വെരി എക്സൈറ്റിംഗ്. 3-2 അല്ലെ 3-4-3 ഗോൾ ആയിരുന്നു, പക്ഷെ വാർ നശിപ്പിച്ചു അത്. 4-4 ആയനാണ്. So a lot of teams are struggling. That brings us to the midweek games. We'll talk about midweek games. We are traveling ലിവർപൂളിലേക്ക് തിരിച്ചു വരാം. ബാക്കി ടീമിന്റെ കാര്യങ്ങൾ അവരുടെ പ്രിവ്യൂല് നമുക്ക് സംസാരിക്കാം. ലിവർപൂളിന്റെ കാര്യം പറയാം. അതായത് Wolves last game defeated Villa at home. Arne Slot ഇന്ന് പറഞ്ഞു the points and the way they play is not matching. They are a very good team. Away at Wolves and then again away at Wolves in the weekend. അപ്പോ നമ്മുടെ ടീം അവിടെ തന്നെ താമസമായിരിക്കും തോന്നുന്നു. വേർഡ്സ് ഇല്ല. Probably Frimpong may start, but I doubt it. May come on from the bench and start on the weekend. Curtis may start. McAllister or one of McAllister may, or Gakpo. One of them may be rested, I feel personally. Rest of them same lineup ആയിരിക്കും അല്ലേ? ലൈനപ്പിലൊന്നും മാറ്റം വരാനില്ല. കൂടിപ്പോയാല് there is a chance Robertson FA കപ്പ് കളിക്കുമായിരിക്കും. Because FA കപ്പില് അവര് സ്വാപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ you need a senior person, right? So probably Kirkus will play the PL and Robertson the FA Cup. അതിന് ചാൻസ് ഈ പറഞ്ഞ കാര്യം ഈസി ആവില്ല. ടഫ് ഗെയിം ആയിരിക്കും ഡെഫിനറ്റ്ലി. അതായത് വുൾസിന്റെ ഇതിനു മുമ്പുള്ള മാച്ച് നമ്മള് നന്നായിട്ട് പെർഫോം ചെയ്ത മാച്ചായിരുന്നു. പക്ഷെ ജയിക്കാൻ പറ്റിയില്ല. ജയിക്കാൻ പറ്റാത്ത മാച്ചായിരുന്നു. അപ്പൊ ആ മാച്ചില് ഞാൻ പറയാം. അതായത് വുൾസിന്റെ മാച്ച് അഗെയിൻസ്റ്റ് ആർസണൽ ബിഫോർ ദിസ് ഗെയിം where they drew, they played quite well. ഞാൻ ആസ്റ്റൺ വില്ല ഗെയിം കണ്ടിട്ടുണ്ട്. ഫ്രൈഡേ നൈറ്റ് ആസ്റ്റൺ വില്ല ഗെയിം കണ്ടിട്ടുണ്ടെങ്കിലും കൂടെ I was more impressed against Arsenal because Wolves has nothing to lose and each player is playing for their own careers and to stay at the club or to find a new club. അപ്പൊ അതിന്റെ ഒരു ഫിയർലെസ്നെസ് അവർക്കുണ്ട്. If they score first, it will be a very very tough game for us. അതന്നെ അവര് ഈ പറഞ്ഞ പോലെ ഫിയർലെസ് ആണ്. അതുപോലെ ഫ്രീഡം, ഫുൾ ഫ്രീഡം. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊരു പ്രശ്നമില്ല. അവരുടെ ഈ പറഞ്ഞ പോലെ മാനേജർക്ക് ഒരു പ്രീ സീസൺ പോലെയാണ്. പ്ലേയേഴ്സിന് പുതിയ ക്ലബ്ബ് കിട്ടുന്നതിന്റെ ഇതിലാണ്. ഉദാഹരണത്തിന് ഇപ്പൊ മാനെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് മാനെക്ക് പല റൂമേഴ്സ് നമ്മൾ കേട്ടു തുടങ്ങി. ഇതുപോലെ പല പ്ലേയേഴ്സിനും പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ്. അപ്പോ ഇത് ഇത്ര നേരത്തെ അങ്ങനെ തീരുമാനമാവാറില്ല. മാത്രമല്ല റെലിഗേറ്റഡ് ആയിന്ന് കൺഫേം ആവുന്ന ക്ലബ്ബ് ഇത്ര നന്നായിട്ട് കളിക്കുന്നത് നമ്മൾ അങ്ങനെ കാണാറില്ല. കാരണം അവര് ക്വാളിറ്റി ഉണ്ട് ഓൾറെഡി. ആദ്യം ആ തുടക്കം അവരുടെ സീസണിൽ ഉള്ള ആ മാനേജ്മെന്റിന്റെ പ്രശ്നം കാരണം താഴെ പോയതാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം നല്ല പ്ലേയേഴ്സ് ആണ്, നല്ല യങ് പ്ലേയേഴ്സും ഉണ്ട്. മിഡ്ഫീൽഡും നല്ല സ്ട്രോങ് ആണ്. അറ്റാക്ക് മാത്രമാണ് ചെറുതായിട്ടൊന്ന് താഴെ നിൽക്കുന്നത്. സ്റ്റാൻലാൾക്കിനും പോയി അവിടുന്ന്. പക്ഷെ എന്നാൽ തന്നെ അവർക്ക് തരക്കേടില്ലാത്ത യങ് പ്ലേയേഴ്സ് കയറി വന്ന് ടോപ്പു ആയാലും മാനി ആയാലും അവരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോ നമുക്കെതിരെ ഭയങ്കര ടഫ് ഒരു ഒപ്പോണന്റ് തന്നെയാണ് നമുക്ക്. മാത്രമല്ല അവർക്ക് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ കൂടി ടഫ് മാച്ച് ആണെങ്കിൽ കൂടി നമുക്ക് ഓവർകം ചെയ്ത് ജയിക്കാൻ പറ്റും. നമുക്കൊരു മൊമെന്റം ഉണ്ട്, ഒരു വിന്നിങ് ആയിട്ടുള്ള മൊമെന്റം. അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഫീൽ ചെയ്യാണ്. കാരണം കുറച്ചുകൂടി കോഷ്യസ് ആയിരിക്കും ഇതിനു മുമ്പുള്ള റിസൾട്ടും ഇതൊക്കെ വെച്ചിട്ട്. ഒപ്പോണന്റിനകത്ത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് നമുക്ക് ഗുണം ചെയ്യും. പിന്നെ നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പോ പലരും ഇപ്പോ വേർഡ്സ് ഇല്ലാത്ത ഒരു പ്രശ്നമാണെങ്കിലും മറ്റു പ്ലേയേഴ്സിന് ഇപ്പോ ഈ ട്രെയിനിങ്ങിലൊക്കെ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റില്ല. കഴിഞ്ഞ മാച്ചിൽ തന്നെ കണ്ടു വേർഡ്സ് ഇല്ലാണ്ട് നമ്മൾ 5 ഗോൾ അടിച്ചു. അപ്പോ അത് വേർഡ്സിനെ ഫുൾ റിലൈ ചെയ്യാണ്ട് നമ്മളെ സെറ്റ് പീസ് കാര്യങ്ങളായാലും
കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടഫ് ഗെയിം ആണെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് ഓബിൻ എന്തോ നമ്മള് പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് വരികയാണെന്ന് തോന്നുന്നുണ്ട്. I wouldn't rule out that ഈ ഒരു സമയത്ത് ആക്ച്വലി വൂൾസിന് എന്താവാനുള്ളത്? They can attack from the get go. They want they can attack as well, right? അവർക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ വെസ്റ്റ് ഹാമിന് കൂടെ 5ാമത്തെ മിനിറ്റിലും 20ാമത്തെ മിനിറ്റിലും ഗോൾ അടിച്ച് അതുപോലെ അവർക്കും if they start well and if they score അത് കഴിഞ്ഞ് they can just park the bus. തോറ്റാലെന്ത് സമനിലായാലെന്ത് അവർക്കെന്താ? So they could make life very difficult provided they get the first goal. നമ്മൾ ഫസ്റ്റ് ഗോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ we probably will try and spread out the game. ബാക്ക് എന്നാണെങ്കിൽ പാസ് ചെയ്തിട്ട് will try to make it more open. പക്ഷെ അവർ ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ this is going to be an entirely different game. FA Cup അല്ല, Premier League. Yes. What are the predictions? Lineup പറയണോ? നമുക്ക് ഓൾമോസ്റ്റ് അറിയാലോ. It will be Alisson. It will be, I think it will be Gomez. It will be Konate, Van Dijk, probably Kerkez, or probably, and then only change I see is Curtis in the place of Gakpo. Yeah. McAllister probably McAllister or പ്ലേസിലായിരിക്കും കേർട്ടിസ് വരിക. അതാണ് സാധ്യത. ബാക്കിയൊക്കെ അതുപോലെ കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെയായിരിക്കും. വേറെ വ്യത്യാസം ഗ്യാപ്കോനെ ഞാൻ prediction I'll go for 0-2 goal conceded 1-2. Yeah, we'll get a goal. 1-2. Okay, we'll move on to other matches. The biggest game even week is from a Liverpool point of view and a table point of view is Aston Villa Chelsea. As a Liverpool fan, I would want Chelsea to win because Aston Villa again draw will be fantastic. But even an Aston Villa win is not such a bad thing because then Chelsea is really far, like 6 points gap over if we win, that is. And then what do you think? I think Chelsea will win the game, to be honest. Ippatha form which I think Chelsea again, even if they are not playing well, I think as an overall team they have much more firepower than Aston Villa, especially in the midfield. A midfield battle, Aston Villa, Chelsea has more power, and I think Aston Villa, knowing Unai Emery, ഇനി ചിലപ്പം ഫോക്കസ് യൂറോപ്പ ലീഗിലേക്ക് പോവായിരിക്കും. കാരണം ഇറ്റ്സ് എ ടൂർണമെന്റ് they can easily win actually. Favorite tournament. ഉണ്ണിവേരിയുടെ സ്വന്തം. അതെ. എന്ത് വന്നാലും ആ ഒരു ശ്രദ്ധ, ബിക്കോസ് ഇവർക്ക് ചാമ്പ്യൻസ് ലീഗ് പ്ലേസസ് കിട്ടാനുള്ള ചാൻസ് ചിലപ്പോ ആ വഴിയായിരിക്കും. ഇറ്റ്സ് ടു ഏർലി ടു സേ, ബട്ട് മേ ബി ഇഫ് ദേ ലൂസ് ദിസ് ഗെയിം ദേ മേ ഫോക്കസ് ലൈക്ക് ദാറ്റ്. അപ്പോ I think Chelsea is due a win. A draw would be great, and I think Chelsea will win this 1-3. Probably Chelsea ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. Again, Aston Villa is not doing well, but on an overall picture, Villa versus Chelsea is more like Spurs A team versus Spurs B team. Bottle jobs ആണ്. Both want to lose. Nobody wants to even win or even try. Our situation ആണ് രണ്ട് ടീം ഉള്ളത്. But again, Chelsea has a better squad, or better, at least on paper, they have a better players. So maybe somebody can nick one in. അധികം ഗോളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. Probably a 1-0, 0-1 Chelsea win. എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യണത്. ആക്ച്വലി ഇത് രണ്ടുപേരും ജയിക്കാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഡ്രോ ആവാനുള്ള ഒരു സാധ്യത ആണ്. ചെൽസിയുടെ ഡിഫൻസ് മോശമാണ്. മാത്രല്ല എനിക്ക് തോന്നുന്നത് ഫൊഫാന തിരിച്ചു വന്നു തോന്നുന്നു സസ്പെൻഷൻ കഴിഞ്ഞ്. ഫൊഫാന എന്താണ്
അതെ അതെ അപ്പൊ നെറ്റോ പോയി അതാണ് ഞാൻ ആറ് പറഞ്ഞത്. മിനിറ്റ് കളിയില്ല. ഡിഫൻസ് ഇത്തിരി സ്റ്റഡി ആണ്. നെറ്റോയുടെ ഒരു കീ പ്ലെയറാണ് പാമറുടെ പോലെ തന്നെ. ഒരുപാട് മാച്ച് കണ്ടിന്യൂസ് കളിക്കുന്ന പ്ലെയർ ആണ്. പക്ഷെ നെറ്റോന്റെ ഒരു ഇത് അവര് മിസ് ചെയ്യും. പാമർ അപ്പോ റൈറ്റ് സൈഡിൽ കളിക്കുമെന്ന് അറിയില്ല. എസ്റ്റേവാവോ ഇല്ല. ആ ഒരു ടോപ്പിക് നമുക്ക് 2 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. പാമർ ഇഞ്ചുറി ആണോ അതോ പുള്ളിക്ക് വയ്യേ അതോ 2 സീസൺ മുന്നേ അല്ലെങ്കിൽ 1.5 സീസൺ മുന്നേ ഹി വാസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ഇംഗ്ലണ്ട്. പീപ്പിൾ വർ കമ്പയറിംഗ് പാമർ ടു സല, പീക്ക് സല ആൻഡ് പാമർ വേൾഡ് കപ്പിൽ ഫസ്റ്റ് നെയിം ഓൺ ദ ടീം ഷീറ്റ്, ബെല്ലിംഗം ഓർ പാമർ എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നും ഫിറ്റ് അല്ലാന്ന് തോന്നുന്നു അല്ലെ? ഇഷ്യൂ ഉണ്ടാവാം. കാരണം ഒരു ഗെയിമും ഫുൾ 90 കളിക്കുന്നില്ല മര്യാദക്ക്. കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് ഹി ഈസ് ലൈക്ക് മോർ ഫെറ്റീഗ്ഡ്. സബ് ആയിട്ടില്ലെങ്കിൽ പോലും there is something wrong with it, but not sure. ആർക്കും റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും ടു ഗിവ് ഹിം ദ റെസ്റ്റ്. ഒരു കാര്യം അറിഞ്ഞത് പാമർ മറ്റേ ഈ ബോഡി ബിൽഡ് ചെയ്യാൻ പല പ്ലേയേഴ്സും പ്രീമിയർ ലീഗിൽ കളിക്കുമ്പോൾ ബോഡി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ, ഭയങ്കര ഫിസിക് ഉണ്ടാക്കാൻ. പാമർ അങ്ങനെ ചെയ്യാൻ നോക്കാത്ത ഒരാളാണ്. കാരണം ആളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ പോവോന്ന് പേടിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ ജിമ്മ് ഹിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫിറ്റ്നസ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു പ്ലെയർ അല്ല. അപ്പോ അത് കുറച്ച് എഫക്ട് ചെയ്യുന്നുണ്ടാവും ഫാക്ടറിന്. പിന്നെ ഇഞ്ചറി വന്ന സമയത്ത് ഇഞ്ചറി ജസ്റ്റ് മാറുന്ന സമയത്ത് വീണ്ടും കളിപ്പിക്കുക. കാരണം ചെൽസിയുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു ഈ സീസൺ മുഴുവൻ. പ്രഷർ സിറ്റുവേഷനിലായിരുന്നു മിക്കവാറൊക്കെ. അപ്പോ വന്ന ഒരു പരമാവധി ഹീൽ ആവാനുള്ള ടൈം കൊടുക്കാതെ വീണ്ടും കളിപ്പിക്കുന്ന പ്രശ്നങ്ങള് അത് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നൊരു കാര്യമുള്ളത്, ആ ഒരുപാട് ഗോൾ അടിച്ച സമയത്ത് റൈറ്റ് വിങ്ങിലാണ്, റൈറ്റ് ഫോർവേഡ് അങ്ങനെയുള്ള പൊസിഷനിലാണ് കളിച്ചിരുന്നത്. അവിടുന്ന് മാറി സെൻട്രലിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഈ പെർഫോമൻസിൽ അല്ലെങ്കിൽ ഗോൾ ക്രിയേഷനിൽ, ഗോൾ സ്കോറിംഗ് എബിലിറ്റിയിൽ താഴെ പോയത് അതിനുശേഷമാണ് സെൻട്രലിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ. കുറെ കാലമായിട്ട് സെൻട്രൽ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ കുറെ ഗോൾ അടിച്ചു ഈ അടുത്ത്. പക്ഷെ മിക്കവാറൊക്കെ പെനാൽറ്റി ഗോളുകളാണ്. നോൺ പെനാൽറ്റി ഗോള് ആകെ ഒരെണ്ണം അടിച്ചിട്ടുള്ളൂ ഈ അടുത്ത്. അപ്പോ പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട് ചെൽസിയുടെ ഏറ്റവും കീ പ്ലെയർ ആണെന്ന് പറയുന്ന പ്ലെയർക്ക് ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് വരുമ്പോ അതും അവർക്കൊരു പ്രശ്നം തന്നെയാണ്. സംശയമൊന്നുമില്ല. ഈ ചെൽസിയുടെ സമ്മർ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാല് യങ് പ്രൊജക്ട് ആണ്. ബട്ട് ഹൗ ലോങ് എൻസോ, കൈസീഡോ തുടങ്ങിയ പ്ലേയേഴ്സ് അവിടെ ഈ പ്രൊജക്ടിന് വേണ്ടി എത്ര നാള് നിൽക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇസ് വെരി റെലവെന്റ്. ബിക്കോസ് those two players especially can play for any club in the world. എങ്ങോട്ട് പോകും? I think സോറി എങ്ങോട്ട് പോകുന്നില്ല, എങ്ങനെ പോവും? that is the problem. അതാ പറയുന്നത്, ഒരു പ്ലെയർ സ്ട്രൈക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രാഗ്ഡ് ഒരു ഇതുണ്ടാവാൻ. ഇപ്പം ലെറ്റ്സ് സേ റയൽ മാഡ്രിഡ് is selling Camavinga and Tchouameni. They will come for Caicedo or Enzo. എങ്ങനെ പോവും? അവിടെയാണ് ഇറ്റ് വിൽ ബി എ പ്രൊട്രാക്റ്റഡ് ലോങ്. മറ്റേ ഇപ്പൊ ഇസാക്ക് ലിവർപൂൾ ഇതുപോലെ ഇറ്റ് വിൽ ബിക്കം ഡേർട്ടി. ബിക്കോസ് അൺലെസ് ചെൽസിയുടെ പ്രശ്നം, ചെൽസി ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. ഐ തിങ്ക് ചെൽസി ഫാൻസിനും കൂടി നമ്മൾ പറയുന്നതിൽ യോജിപ്പനായിരിക്കും. കാരണം ഇതിന്റെ ഒരു എൻഡ് ഗെയിം എപ്പോഴാണ്? യു ഹാവ് എ യങ് സ്ക്വാഡ് but you still have your spending. Ipum last summer then they bought Neto in, they bought Garnacho in, they bought a lot of teams in, എന്നിട്ടും they have not bought a top number 9 or a top goalkeeper. Yeah, Chelsea could have tried to sign Donnarumma. He was available. അപ്പോ എനിക്ക് ചെൽസി പറയുന്ന എസ്റ്റാവിയോ വന്നു, is not getting play time. Then Garnacho സെക്കൻഡ് ഹാഫിലാണ് മിക്കവാറും വന്ന് കളിക്കുന്നത്. Then മറ്റേ ഡോട്ട്മണ്ട് എന്ന് വന്ന പ്ലെയർ ഉണ്ടായിരുന്നല്ലോ, വാട്ട് ഈസ് ഹിസ് നെയിം? അവൻ വന്നങ്ങോട്ട് ഗിറ്റൻസ് ആണോ? ലോണിൽ പോയി വന്നാണോ? വർക്ക്ഔട്ട് ആവുന്നില്ല. ഗുസ്തോ ഇസ് എ വെരി വെരി പ്രോമിസിംഗ് ടാലന്റ്, ബട്ട് അഗൈൻ something is not working. Chelsea fans please comment, what do you think about your club situation? Let's see what happens.
ഒരു കാര്യം കൂടെ ഉണ്ട് അതിൽ ചെൽസിയുടേത്. ചെൽസി ഇസ് നെവർ ഗോയിങ് ടു സൈൻ എൻ എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ. അവർക്ക് നോക്കുന്നത് ലോവർ വേജ്, ഹയർ ട്രാൻസ്ഫർ ഫീ ആണെങ്കിൽ പോലും ലോവർ വേജ് ആണ് അവർ നോക്കുന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഡോണറുമ, വൈ വുഡ് ഡോണറുമ കം ഫ്രം PSG and take a half or less than half wage cut? Less than half ഒന്നല്ല, അതിൽ കൂടുതലായിരിക്കും. Exactly, അതാണ് my point. At some point they need to change their strategy into, അതായത് ഒരു ടീമിൽ ഒരു 4-5 സീനിയേഴ്സ് വേണം. ലിവർപൂൾ ആണെങ്കിലും പഴയ യുണൈറ്റഡ് ആണെങ്കിലും always used to sign players from 22 to 25. അതിന്റെ ഗ്യാപ്പിൽ ഈവൻ ഫെർഗ്യൂസൺസ് യുണൈറ്റഡ്. പക്ഷെ എന്നിരുന്നാലും ആ സമയത്ത് അവിടെ യു ഹാവ് യുവർ ഗിഗ്സ്, യു ഹാവ് യുവർ ഹെൻഡർസൺസ്, യു ഹാവ് യുവർ പഴയ ചെൽസി ഓൾസോ സെയിം തിങ്. They used to sign extremely young players or established players, but they had a core of senior players. അത് ഇല്ലാത്ത ഒരു ഇവര് 25 ആയ വെക്കണം എന്നുള്ള അവസ്ഥയിലാണ്. ഈ ട്രാൻസ്ഫർ സ്ട്രാറ്റജിയാണ് പ്രശ്നം. കാരണം ഇപ്പോ ഉദാഹരണത്തിന് ഒരു സ്ട്രൈക്കറെ അവർ സൈൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പൊ നിലവിലുള്ള സ്ട്രൈക്കറെ അത് ആ സ്കോഡില് ആൾക്കാർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലെയറെയാണ് എപ്പോഴും സൈൻ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ ഈ പറഞ്ഞ വേജിന്റെ ഇതും ഒക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് അതിലേക്ക് എത്തുന്നില്ല. വിങ്ങേഴ്സ് ഒരേ ലെവലിലുള്ള 5, 6, 7, 8 വിങ്ങേഴ്സ് വരുന്നു. അതാണ് പ്രശ്നം. നെക്സ്റ്റ് ഒരു പ്ലെയർ വരുമ്പോ മറ്റേ ഇപ്പൊ പ്രസന്റ് ലൈനപ്പിലുള്ള ആള് ഒന്ന് ബെഞ്ചിന് വരുന്ന രീതിയിൽ ആളെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ആളെ മേടിക്കണ്ടേ. അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ എല്ലാ പൊസിഷനിലും ഇത് ഈ പ്രശ്നമുണ്ട് അവർക്ക് എല്ലാ സ്ഥലത്തും. അത് കാരണം ഒരു നമ്മുടെ സിറ്റിയുടെ സെക്കൻഡ് കീപ്പർ ഇല്ലേ, ന്യൂകാസിൽ ഓൾസോ വാണ്ടഡ് ട്രാഫോർഡ്. അല്ല forward and Trafford at least എന്തെങ്കിലും ഒരു João Pedro is a signing that actually worked. Excellent player ആണ്. പക്ഷെ he needs someone other than Delap to play up front. ഒരു കുറച്ചും കൂടി ക്ലിനിക്കൽ ആയ സെറ്റിൽഡ് ആയ ഒരു സ്ട്രൈക്കർ. You saw Osimhen in the Champions League അല്ലേ, ഒരു ചാൻസ് കിട്ടി, ഗോൾ, done. ലിവർപൂൾ ഫാൻസിന് കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂമർ വന്നിട്ട് ചെൽസിയില് ഡാർവിൻ ന്യൂനസിനെ ചെൽസി നോട്ടമിട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഒരു സ്ട്രൈക്കറായിട്ട് കൊണ്ടുവരാനായിട്ട്. എന്താ ചെൽസി ട്രൈ ചെയ്തിട്ട് പിന്നെ വേജ് കാരണം വേണ്ടെന്ന് വെച്ചതാണ്. That's always there. അവർക്ക് വേജ് പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ they won't get anyone who is established enough. Yes. Okay, നമുക്ക് മറ്റു മാച്ചിനെ കുറിച്ചും പറയാം. Next top big game of the midweek is actually Newcastle and United. So Newcastle lost at home to Everton. So United going there, Newcastle are not that confident. They had a very good Karabagh panni kittu, but Newcastle ne oru advantage ulladu, the game is at night. It's like a European game. Tyneside fans, Newcastle fans will be up like ഒരു cauldron ആണ്. At the end of the day, St. James's Park is a fortress. Even though they may not the lost few games there, ഒരു difficult away game ആണ്, especially at night. So it'll be interesting. Like United in the ippathe new age, new found form versus, it's a must win game for Newcastle as well. കാരണം ഇപ്പൊ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ they are 13th. They have 36 points. So they are 1 point behind Sunderland and 1 point behind Crystal Palace. Brighton. Ahead of Crystal Palace. 1 point ahead of Crystal Palace and 1 point behind, equal with the 1 point behind Sunderland and Brighton. Brighton, Sunderland. Eddie Howe's job is under threat. They're not going to go past Bass. Even hardcore Newcastle fans also know that. Appo ee season the signings they have made, anda paraya, they so financial the challenges avarku ഒരുപാട് ഉണ്ട്. So they have to sell to buy, and last season they had Champions League. അതുകൊണ്ട് അതിന്റെ റവന്യൂ ഉണ്ടാവും, പക്ഷെ നെക്സ്റ്റ് സീസൺ അത് ഉണ്ടാവില്ല. സോ
ഇറ്റ്സ് എ വെരി ടഫ് ടൈം. അഗെയിൻ നമ്മൾ നേരത്തെ ചെൽസിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എത്ര കാലം ഗോർഡൻ, ബ്രൂണോ ഗിമരേഷ്, ജോലിംഗ്ടൺ, മറ്റേ സെന്റർ ബാക്ക് വാട്ട് ഇസ് നെയിം, വെരി ഗുഡ് പ്ലേയേഴ്സ് അല്ലെ, ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് അവര്. ഈവൻ പോപ്പ് ഫോർ ദാറ്റ് മാറ്റർ. പിന്നെ ഹോൾ, ലിവറമെന്റോ, ഇവരൊക്കെ നല്ല എക്സൈറ്റിംഗ് യങ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ്. Even Waldemar for that matter, he did not come to a team to play in non-Champions League, non-Europe, you know. അപ്പോ it's a tough. ടൊണാലി ഓൾറെഡി വെടി പൊട്ടിച്ചതാ. അതെ. സോ ഹൈ പ്രഷർ, ഹൈ ഇന്റൻസിറ്റി ഗെയിം ആയിരിക്കും. And I'm not predicting, but I'm sensing that Newcastle could win this game. Yeah. കൂടിപ്പോയൊരു ഡ്രോ. I think Newcastle will കൂടിപ്പോയാൽ I think they എന്താ പറയാ, they're due a big win in the Premier League. എന്താണ് സുദീപ് എന്താ തോന്നുന്നത്? അല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, എനിക്ക് ആക്ച്വലി ന്യൂകാസിൽ ജയിക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ന്യൂകാസിൽ ലിവർപൂൾ മാച്ച് പോലെ തന്നെ ആണ് ഈ യുണൈറ്റഡ് മാച്ച്. ഭയങ്കര വാശിയുള്ള ഒരു റൈവൽറി ഉണ്ട് രണ്ട് യുണൈറ്റഡും തമ്മിൽ, ന്യൂകാസിലും. അതും ഈ പറഞ്ഞ പോലെ അവരുടെ ഈ രാത്രിയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഫാൻസ്, അങ്ങനെയുള്ള ഫാൻസിന്റെ മുമ്പിൽ കളിക്കുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ന്യൂകാസിൽ, സംശയമൊന്നുമില്ല. ആ മാച്ചില് യുണൈറ്റഡ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി നിൽക്കുന്ന ഒരു സമയം. അവര് അത്ര പ്രഷറിലോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ന്യൂകാസലിന് ഭയങ്കര പ്രഷർ, മസ്റ്റ് വിൻ ഗെയിമാണ് ന്യൂകാസൽ. കാരണം ഇനിയുള്ള ഫിക്സ്റ്റേഴ്സ്, അവരുടെ അടുത്തുള്ള ഫിക്സ്റ്റേഴ്സും ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിനെ ഫേസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു വിൻ മസ്റ്റാണ്, ഇല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഷാറ്ററിങ് ആയിരിക്കും. എഡിഹോന്റെ ബാർസലോണ മാച്ച് ഫസ്റ്റ് ലെഗ് കഴിയുമ്പോൾ എഡിഹോന്റെ പണി പോകുന്ന രീതിയിലേക്ക് ആണ് അത് കിടക്കണത്. അപ്പോ എന്തായാലും ഈ ഒരു ഫിക്സ്ചർ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ ഒരു ഇത് വെച്ചിട്ട് അവര് ജയിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ബിഫോർ ഓബിൻ വേറെ പോയിന്റ് പറയാം. എന്താ പറയാ, യുണൈറ്റഡിന് ഈ സീസൺ ഗുണം, എന്താ പറയാ, ദോഷം ഗുണമായി മാറിയത് ദേ ആർ ഔട്ട് ഓഫ് ഓൾ കപ്സ് ആൻഡ് യൂറോപ്പ്. അപ്പോ ഈ സീസൺ യുണൈറ്റഡിന് അധികം മാച്ചസ് മിഡ് വീക്ക് കളിച്ചിട്ടേ ഇല്ല അവര്. സോ ദിസ് ഗെയിം they are playing midweek back to back. അപ്പോ ആ ഒരു വീക്സ് റെസ്റ്റ് അവർക്ക് ഇല്ല. സോ ഐ തിങ്ക് that will also come to play. Obin thinks United will win, I think, അല്ലേ? Yeah, United should win. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ന്യൂകാസലിനെ, as you said, right, CL അവർക്ക് വലിയ ഹോപ്പ് ഇല്ല, right? There was not much there anyways. പ്രീമിയർ ലീഗിലും അവർക്ക് എത്താൻ മാത്രം ഒന്നുമില്ല. So their only hope now is, can I nick somehow with a FA Cup win, which is the weekend. City aanu weekend aanu. What if I rest for United game? Screw the United game. I'll go the entire team with FA Cup. Because City cannot do that. City cannot afford to do that. അവർക്ക് മിഡ് വീക്ക് കളിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ. They will have to field their stronger team, which means FA Cup there is going to be some changes. കാരണം അത് കഴിഞ്ഞാൽ they are going to play Real Madrid, right? അവർക്ക് അതും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. So the only place where City will rest is FA Cup. ന്യൂകാസൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കോള് ഒരു കാര്യം ആഡ് ചെയ്യാം. ക്രിസ് നേരത്തെ പറഞ്ഞൊരു കാര്യം, മിഡ് വീക്കില് യുണൈറ്റഡിന് കളിക്കാനായിട്ട്. ഇതിനു മുമ്പ് മിഡ് വീക്ക് ഞാനപ്പോ ജസ്റ്റ് ചെക്ക് ചെയ്യായിരുന്നു. ഇതിനു മുമ്പ് മിഡ് വീക്ക് കളിച്ച മാച്ചിലാണ് അവർ ഡ്രോ ആയത്. വെസ്റ്റ് ഹാം മാച്ച് 1-1 ഡ്രോ ആയി. യെസ്, ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. പക്ഷെ പറഞ്ഞ പോലെ ഒരു പ്രീമിയർ ലീഗ് മാച്ചിൽ യങ് ടീമിനെ ഇറക്കി റിസ്ക് അല്ലേ? ഇഫ് ദേ ഗെറ്റ് ബാറ്റേർഡ് 4 or 5. യങ്ങർ ആക്കണമെന്നില്ലല്ലോ, ബട്ട് ദേ കുഡ് റെസ്റ്റ്. ദേ വോണ്ട് നീഡ് ടു പ്ലേ ദെയർ എൻറ്റയർ സ്ട്രോങ് 11. മേബി ബ്രൂണോ റെസ്റ്റഡ് ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വോൾട്ടമാഡെ കുറെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സോ ലെറ്റ് വോൾട്ടമാഡെ പ്ലേ, ഗോർഡൻ റെസ്റ്റ് കൊടുക്കാം. There could be 1 or 2 changes they can do that way. Murphy can start.
അങ്ങനെയൊന്നും നടക്കില്ല. അവർക്ക് ന്യൂ ഇല്ല, കാസ്റ്റിന്റെ എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ആ ഞാൻ ഒരു റെഡിറ്റ് ഫോറമൊക്കെ ഞാൻ എടുത്ത് നോക്കുക. അവര് ഇപ്പൊ തന്നെ മാനേജറിന്റെ എതിരെ വന്നു തുടങ്ങി, പ്ലേയേഴ്സിനെതിരെ വന്നു തുടങ്ങി. അത്രയും പ്രഷറിൽ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രീമിയർ ലീഗ് മാച്ച് കൊണ്ടുപോയി തുളയ്ക്കാൻ ഒരു ചാൻസും കാണുന്നില്ല. FA Cup എന്തായാലും അവർ okay. ജയിക്കാതെ So first അത് ഒഴിവാക്കുക. Bruno is out. Okay, Bruno is injured. Yeah, Bruno is Gimenez injured. ഇല്ല, Tonali. ലിവർമെന്റ് ഇല്ല, ജേക്കബ് റാംസി ഇല്ല. സോ ടെക്നിക്കലി അവർക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സും ഇല്ല. ഷാർ ഇല്ല. വില്ലോക്കൊക്കെ കളിക്കും, മിഡ്ഫീൽഡില് വില്ലോക്ക് വരും. ടൊണാലി, എനിക്ക് ഓബിൻ പറയുന്നത് എന്താ അറിയോ, I would have agreed to Orbin if they were playing a weaker team in FA Cup. അതായത് സിറ്റി നിൽക്കുന്നിടത്ത് അവർക്ക് ഇപ്പൊ ഒരു ബോൺമത്തോ അല്ലെങ്കിൽ ഒരു പാലസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു റിസ്ക് FA കപ്പിൽ മുന്നോട്ട് പോവാന്നുള്ള റിസ്ക് എടുക്കായിരുന്നു. ഇതിനകത്ത് വേറൊരു സാധനം കൂടി ഉണ്ട്. എന്താ അറിയോ, പ്രീമിയർ ലീഗിൽ ഏത് പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്നു അതിനെ ബേസ് ആക്കിയിട്ട് മണി ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഈ ഇതില്ലേ അവർ കിട്ടുന്ന ഫീ, ബിക്കോസ് ദേ ആർ 13th റൈറ്റ് നൗ. വിത്ത് ആസ്റ്റൺ വില്ല, sorry, if Crystal Palace wins, they'll be 14th. Okay, അവരെ എൻറ്റയർ മാർച്ച് എടുത്തു നോക്ക്. ദേ ഡോണ്ട് ഹാവ് എനി ഹോപ്പ് എനിവേർ എൽസ്. ആകെ ഒരു ഹോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള FA കപ്പാണ്. പക്ഷെ കപ്പായിരിക്കില്ലല്ലോ അവരെ തലയിൽ. Why would they worry about winning the cup? അവരെ ഹോപ്പില്ലാന്ന് വെച്ചാൽ പ്രീമിയർ ലീഗിലെല്ലാം തോക്കാന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണോ? അങ്ങനെയല്ലല്ലോ. ഞാനൊരു കാര്യം പറയാം, 4 എണ്ണം അടുപ്പിച്ച് തോറ്റു കഴിഞ്ഞാൽ what if they're still 36 points? എത്തണം പ്രീമിയർ ലീഗിൽ നിൽക്കണമെങ്കിൽ. ബാക്കിയുള്ള ടീമുകളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പണി പാടി. We will move on to Arsenal Brighton, and I'm giving Arsenal a win here. Arsenal Brighton will open it up unless something drastic happens. I don't think. Brighton City Forest, I think. ബ്രൈറ്റൺ തിരിച്ച് ഫോമിലേക്ക് വന്നൊരു സമയം. കഴിഞ്ഞ മാച്ചിലൊക്കെ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോ നല്ല നന്നായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞു. കാരണം അവര് ഈ സെറ്റ് പീസ് അല്ല, അവർ ഓപ്പൺ പ്ലേന്ന് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടീമാണ്. അത് ആഴ്സണലിന് അത് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും കേട്ടോ. ഒരു വാക്ക് ഓവർ പക്ഷെ അവർ ജയിക്കും. ടഫ് ഗെയിം ആയിരിക്കും, പക്ഷെ ആഴ്സണൽ ജയിക്കും. Brighton still has chance to Europe. Conference League ഒക്കെ എത്താൻ ചാൻസ് ഉണ്ട്. They are at 37 points. They are what, 3 points? See, Brighton are 3 points behind Everton. അതെ, Who are at 8th. 7th എത്തേണ്ടി വരില്ലേ മറ്റേതിന് കോൺഫറൻസ് ഡിപ്രഷൻ? Yeah, 7th probably. Yeah, 7th. Okay. But I'm giving Arsenal 0-2 win. Away ആണ്, മറക്കരുത്. Arsenal win. Arsenal ജയിക്കും. What about City Forest? I'm going for 5-0 for City. ഹാലൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേനെ. ചാൻസ് ഇല്ല, ഹാലൻഡ് ഇല്ലെങ്കിൽ കൂടി ചാൻസ് ഉണ്ട്. കാരണം മാർമൂഷ്, സെമെന്യോ, ഒറേലിക്ക് ഒരു നോക്ക് വന്നിട്ടുണ്ട്. അതാണ് അവർക്കൊരു പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫോർഡനൊക്കെ കളിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർഡനൊക്കെ ഇപ്പോ കുറച്ച് കളിയായിട്ട് അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. ചാൻസ് ഉണ്ട്. Another big game is Bournemouth versus City. Forest Cityയിലെ ജയിക്കുള്ളൂ. എന്തെങ്കിലും വേറെ ഒപ്പീനിയൻ ഉണ്ടോ? Bournemouth Brentford. I'm giving Brentford also importance because Brentford are 2 points behind Chelsea now. Yep. Chelsea വില്ലെങ്ങാനും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ Brentford can actually go up above Chelsea. അതായിരിക്കട്ടെ ഈ ഗെയിം വീക്കിലെ പിന്നെയുള്ള ഈ വില്ല ചെൽസി ബോറിംഗ് മാച്ചിന് ശേഷം ഒരു കീ ഫിക്സ്ചർ ആയിരിക്കും. അത് ബോറിംഗ് മാച്ച് ആയിരിക്കും, പക്ഷെ ഇത് നല്ല എക്സൈറ്റിംഗ് മാച്ച് ആയിരിക്കും. ബോൺമത്ത് ബ്രെന്റ്ഫോർഡ് അതായിരിക്കും ഈ ഗെയിം വീക്കിലെ ഏറ്റവും കാണാൻ രസമുള്ള മാച്ച്. രണ്ടുപേരെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീമുകളായിരിക്കും. നല്ല മാച്ച് ആയിരിക്കും. ഇവിടെ ബോൺമത്ത് ജയിക്കുന്നതാണ് ഫീൽ. Brentford Leeds ഉണ്ട്. It's an interesting game given
ഈ ന്യൂകാസലിന്റെ അവസ്ഥ കണ്ടിട്ട് ലീഡ്സ് ആർ 31 points, so it's a must win game for them, and Sunderland, if they win, are safe at 40. Yeah. So they would want to ആ ഒരു 40 threshold ബ്രേക്ക് ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാവും. വേറെ മാച്ചസ് ലീഡ്സ് ജയിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫുള്ളാം വെസ്റ്റ് ഹാം ആണ്. വെസ്റ്റ് ഹാമിന്റെ റെലിഗേഷൻ ചാൻസുകൾ മാറുന്ന മാച്ച് ആവുമോ? I'm going for a draw that game. I think West Ham may get something. Probably. Yeah. പക്ഷേ match another London derby and a high pressure game. Spurs versus Spurs ഒരെണ്ണം കൂടി തോറ്റാൽ it is danger time. ശരിക്കും സ്പേഴ്സ് ഇപ്പോഴും റെലഗേഷൻ കാൻഡിഡേറ്റ് അല്ലാത്തത് ചുറ്റുമുള്ള ടീമിന്റെ കഴിവുകളും വെസ്റ്റ് ഹാമിന്റെ കഴിവുകളും കൊണ്ടാണ്. വെസ്റ്റ് ഹാം 2 എണ്ണം ജയിച്ചു കഴിഞ്ഞാൽ മൊത്തം മാറും. 29 points ആണ്. പാലസ് 35 points. എന്താണ് സ്പേഴ്സിനെ കൂടെ ആവും തോന്നുന്നില്ല ഈ സമയത്ത്. ഇയാളും കൂടി സാക്കാവുന്ന പറയുന്നുണ്ട് ഇപ്പം. എന്തിനു വന്നു ആവും. സോ സ്പേഴ്സിന് വേറെ ന്യൂസ് ഉണ്ട്. സോ ദേ ആർ ട്രൈയിങ് ടു ഫൈൻഡ് എ ന്യൂ സ്പോർട്ടിംഗ് ഡയറക്ടർ ഹു വിൽ ഫൈൻഡ് ദ ന്യൂ മാനേജർ. സോ ഐ തിങ്ക് ദേ ആർ ഗെറ്റിംഗ് റിഡ് ഓഫ് Petrici. സ്പേഴ്സിന്റെ വേറൊരു ന്യൂസ് കൂടി റൂമേഴ്സ് സ്പേഴ്സിന്റെ വേറൊരു റൂമർ ഇപ്പൊ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്പേഴ്സിന്റെ റെലിഗേഷൻ സംഭവിക്കുകയാണെങ്കിൽ പ്ലേയേഴ്സിന്റെ വേജ് 50% കുറയും സാധനം നടക്കുന്നത്. റെലിഗേഷൻ റൂമർ പല കാര്യങ്ങളും യോഹാൻ ലാൻഡ് ആണ് ഇപ്പൊ സ്പേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ. പുള്ളിനെ പകരം ലുക്കിംഗ് ഫോർ ഗായ്. സ്പേഴ്സിന്റെ സീനാണ് ബിക്കോസ് സ്പേഴ്സ് മിസ്സിംഗ് ഔട്ട്. ഈ ന്യൂകാസലിന്റെയും സ്പേഴ്സിന്റെയും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ their investment was in assumption of some European football, especially Champions League, ഇപ്പൊ ടോപ്പ് 5 അതില്ലാണ്ട് എങ്ങനെ കോപ്പാവും. ലാസ്റ്റ് സീസൺ ന്യൂകാസൽ റിയലി ഇൻവെസ്റ്റഡ് ബിഗ് മണി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇല്ലാത്ത പൈസ ഇസാക്ക് മണി വെച്ചിട്ടും അവര് ഇപ്പൊ മോസ്റ്റ്ലി ലിവർപൂൾ ഫാൻസ്, ആർസണൽ ഫാൻസ്, യുണൈറ്റഡ് ഫാൻസ്, ദിസ് ഇസ് ദ സമ്മർ ടു ഗെറ്റ് ആന്റണി ഗോർഡൻ. ദേ വിൽ ഹാവ് ടു സെൽ ഹിം. ഒരു 100 million ആന്റണി ഗോർഡനെ വിൽക്കേണ്ടി വരും. He is staying. There is no way they are able to keep him without getting 100 million. വേറെ ഒരു പ്ലെയറും ആ ടീമിൽ അത്രയും വാല്യൂ ഉള്ളതില്ലേ. ബ്രൂണോ ഏജ് ആയി, ജോലിംഗ്ടൺ ആരും മേടിക്കില്ല. പ്രോബബ്ലി പോപ്പ് ഉണ്ട്. ടൊണാലി ആർസണൽ വിൽ ബി എ വെരി ഗുഡ് സ്റ്റോറി. എനിക്കൊരു ലാസ്റ്റ് ജാനുവരിയിൽ അങ്ങനെ റൂമർ ഉണ്ടായിരുന്നു. And he could suit Arsenal actually. Tonali could be a great midfield. Rice, Tonali, Zubimendi. It will be a really good midfield if Arsenal is going for a proper 4-3-3. Number 10 illand, they can play Eze and Saka, and then or probably Havertz in the middle, Eze and Saka on the side. Tonali would be good. ഏകദേശം 1 മണിക്കൂറായി. നമ്മൾ 1 മണി 10 മിനിറ്റായി. ഒരുപാട് റിവ്യൂ ഒറ്റ പോയിന്റ് കൂടി പറയാം. ഈ ന്യൂകാസലിന്റെ സമ്മർ ഇതേ സിറ്റുവേഷൻ ആയിരുന്നു ഏകദേശം കഴിഞ്ഞ സീസണിൽ. ഇതുവർക്ക് അവർക്ക് പ്ലേയേഴ്സിനെ സെല് ചെയ്യേണ്ട അവസ്ഥ. ഇസാക്കിനെ കഴിഞ്ഞ സീസൺ അതെ. അപ്പൊ ഇസാക്കിനെ ആ സമയത്ത് നമുക്ക് കഴിഞ്ഞ സീസണിൽ ഞാൻ പറയണത് ആ നേരത്തെ അവര് സെല് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ബിൽഡ് ചെയ്യാനും അതിനൊക്കെ സ്പേസ് കിട്ടിയത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് അത്. അന്ന് പലരും പറഞ്ഞിരുന്നു ലിവർപൂൾ ആണോ ന്യൂകാസലാണോ ആ ബാറ്റിൽ വിൻ ചെയ്തത്. ഇസാക്കിനെ നമുക്ക് വൈകി കിട്ടിയേണ്ടി. അപ്പൊ പലരും ന്യൂകാസൽ ജയിച്ചു എന്ന് പറയുന്ന ഒരു സാധനം പല ഗ്രൂപ്പിലും കണ്ടു. പക്ഷെ ഇപ്പോഴത്തെ പോയിന്റ് സ്റ്റേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരാണ് ആ ബാറ്റിൽ വിൻ ചെയ്തത് എന്നുള്ളത്.
At the same time, I agree because Ekitike was available. Dilap കിട്ടിയേനെ കുറെ ന്യൂകാസിൽ ഒരുപാട് സ്ട്രൈക്കേഴ്സിനെ സൈൻ ചെയ്യാൻ നോക്കി ടു ബി ഓണസ്റ്റ്. പക്ഷെ അവർക്ക് ആ സമയത്ത് പൈസ ഇല്ലായിരുന്നു. ഇപ്പൊ ഇസാക്കിനെ ആദ്യം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ they could have got probably Ekitike, they could have got some kind of striker in. But Visa is not bad, but he's injured. Woltemade was an afterthought. ഈ വോൾട്ടമാഡയുടെ പ്രശ്നം എന്ന് വെച്ചാൽ എഡി ഹൗ is trying to make him into midfielder now. ഈ ജോലിന്റെ മിഡ്ഫീൽഡർ ആക്കിയ പോലെ പുള്ളിനെ ഡീപ്പ് കളിപ്പിച്ച് ഇപ്പൊ നമ്പർ 10 ആയി. ഇപ്പൊ കുറച്ചും കൂടി ഡീപ്പാ കളിക്കുന്നത്. ന്യൂകാസിൽ ഇനി സൗദി ഓണേഴ്സ് എന്ത് ചെയ്യുന്ന അറിയില്ല. ഇറ്റ് ബി ഇൻട്രസ്റ്റിംഗ് സമ്മർ. ഓൾറെഡി സമ്മറിലേക്ക് നോക്കി ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. പോഡ്കാസ്റ്റ് വിൽ ഡു ഒരുപാട് ഫാൻസിന്. സോ ലോട്ട് ഓഫ് മിഡ് വീക്ക് ഗെയിംസ്. ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ് ടൈം. എല്ലാ ഗെയിമിനും ഇപ്പൊ കണ്ടെക്സ്റ്റ് ഉണ്ട്. സീസൺ ഷേപ്പിംഗ് അപ്പ് നൈസ്. ഇൻ ലാലിഗ എംബാപ്പെ എന്തോ ഇഞ്ചുറി ആണ്. ഫ്രാൻസിൽ നിന്ന് സ്പെയിനിലേക്ക് പോയി കാലിന്റെ സ്കാൻ എടുത്തു എന്നൊക്കെ ന്യൂസ് വരുന്നുണ്ട്. ബിഗ് ന്യൂസ് ഫോർ ഫ്രാൻസ് ആൻഡ് റയൽ മാഡ്രിഡ് ഇഫ് ഇറ്റ്സ് ട്രൂ. ഹാലൻഡിന്റെ ഇഞ്ചുറി, 2 ബിഗ് പ്ലേയേഴ്സ്. ഈ നമ്മള് ഈ റയൽ മാഡ്രിഡ് വേഴ്സസ് സിറ്റി, എംബാപ്പെ വേഴ്സസ് ഹാലൻഡ് രണ്ടുപേരും അതിനകത്ത് കളിക്കുന്ന ലക്ഷണമില്ല. സോ ഇസാക്ക് ഇസ് റണ്ണിങ്. ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ട്രെയിനിങ് പ്രോബബ്ലി തുടങ്ങുമെന്ന് പറയുന്നു. പ്രോബബ്ലി ബി കോൾഡ് അപ്പ് ഫോർ സ്വീഡൻ എന്നും കേൾക്കുന്നുണ്ട് പ്ലേ ഓഫിന്, which is good for Liverpool also to get some game time in his legs. Yeah. Unless he 90 minutes ഒന്നും കളിക്കാണ്ട് കുറച്ചു നേരം ഒന്ന് ഓടി കിട്ടിയാൽ നല്ലത്. എനിത്തിങ് എൽസ് ടു ആഡ് ഓൺ? നമ്മള് ഒരുപാട് നേരം സംസാരിച്ചു. പക്ഷെ ഐ തിങ്ക് വ്യൂവേഴ്സ് വേറെ എന്തെങ്കിലും വിട്ടുപോയിണ്ടെങ്കിൽ ഇവരെ കമന്റ് ചെയ്യുന്ന ഒരു കമന്റ് ചെയ്തോളൂ അല്ലെ? കമന്റ് ചെയ്യില്ലേ? അപ്പോ എല്ലാവർക്കും എല്ലാ മാച്ചും കാണാനുള്ള യോഗം ഉണ്ടാവട്ടെ. 1:30 അപ്പോ എണീറ്റ് കാണാം. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് ഉള്ളവർക്ക് ഐ ഹോപ്പ് യു ഗൈസ് ആർ സേഫ്. ബി സേഫ്, സ്റ്റേ ഹോം അല്ലേ? അപ്പോ നമുക്ക് നിർത്താം. ഓബിന്റെ ടീഷർട്ട്, ഫുൾ ടീഷർട്ട് ഒന്നും കാണിച്ച് നമുക്ക് നിർത്താം. ബാഴ്സലോണ ഫാൻസ് ഉണ്ടെങ്കിൽ ഓർക്കുമായിരിക്കും. അപ്പൊ ശരി, ബൈ.